എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രിയേറ്റർ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ലിമിറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന കമാൻഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. അതിൽ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന ക്ലിക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ ഓട്ടോകാഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഗ്രിഡ് ഓഫ് ചെയ്യാം. അതിന് F7 പ്രസ് ചെയ്യുക. ഓക്കെ, ഗ്രിഡ് സാധാരണ ഗ്രിഡ് ഓൺ ചെയ്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഞാൻ കൂടുതലായിട്ടും ഗ്രിഡ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. ആദ്യമായിട്ട് നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യണം. പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് യൂണിറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് UN എന്ന കമാൻഡ് യൂണിറ്റ്സ് എന്ന ആ ചെറിയ പോപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് കാണാൻ സാധിക്കും. ആർക്കിടെക്ചറിൽ കാണാം, ഡെസിമൽ, എൻജിനീയറിങ്ങിന്, ഫ്രാക്ഷനിൽ, സയൻറ്റിഫിക്. നമ്മളിതിൽ ഡെസിമൽ എന്ന ഇത് സെലക്ട് ചെയ്യും. ഇവിടെ നമുക്ക് എത്ര പോയിന്റ് വേണം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഡെസിമൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ലെസ് വേണമെങ്കിൽ കൊടുക്കാം. ഡെസിമൽ ചെയ്യുമ്പോൾ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ ഈ യൂണിറ്റ്സ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഡ്രോയിങ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ മില്ലിമീറ്റർ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മില്ലിമീറ്റർ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ആംഗിൾ ടൈപ്പ് ഡെസിമൽ ഡിഗ്രി. ഇത് ഇങ്ങനെ തന്നെ ഡെസിമൽ ഡിഗ്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആർക്കിടെക്ചറിലായിരുന്നെങ്കിൽ ഇതിനതിൽ ഡിഗ്രി ഇങ്ങനെ മാറി വരും. ഏതാണ് അതിന് പ്രോപ്പറായിട്ടുള്ളത് സെലക്ട് ചെയ്യും. ഇവിടെ യൂണിറ്റ്സ് ഇത് നമ്മളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഓക്കെ എടുക്കാം. ഇപ്പോൾ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുക. ലിമിറ്റ് സെറ്റ് ചെയ്യാൻ ഇവിടെ ലിമിറ്റ്സ് എന്ന് കമാൻഡ് കൊടുക്കുക. ലിമിറ്റ്സ് ഓക്കെ, ലിമിറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് ലോവർ ലെഫ്റ്റ് കോർണർ നമുക്ക് 0,0 എൻ്റർ ചെയ്യുക. അപ്പർ റൈറ്റ് കോർണർ സെലക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ A4 പേജാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ A4 പേജിൻ്റെ സൈസ് കൊടുക്കുക. 297,2 അപ്പോൾ നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെക്ടാങ്കിൾ വരച്ച് അതിന് റെക്ടാങ്കിളിൻ്റെ കമാൻഡ് REC കൊടുക്കുക. ലോവർ ലെഫ്റ്റ് കോർണർ 0,0 എൻ്റർ ചെയ്യുക. അപ്പർ ലെഫ്റ്റ് കോർണർ 297,210 എൻ്റർ ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. നമ്മളിതിന് സൂം ചെയ്യുക. അതിന് Z കമാൻഡ് കൊടുക്കുക. അതിൽ ഈ എക്സ്റ്റെൻഡ് എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഇത് ലിമിറ്റ്സും യൂണിറ്റ്സും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ UCS ഐക്കോണാണിത്. ഇത് നമുക്ക് ഈ കോർണറിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് UCS ഐക്കോൺ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് നിറയെ കമാൻഡ്സ് കാണാൻ സാധിക്കും. ഇതിൽ N ഇത് ചെയ്യുക. നോ ഒബ്ജക്റ്റ് എന്നുള്ളതിന് N
സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, സാധാരണ സാധിക്കും നമ്മുടെ കോർണറിൽ സെറ്റായിട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സി സർക്കിൾ എന്നുള്ള കമാൻഡിൽ സി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സർക്കിളിനുള്ളിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ REC കൊടുക്കുക. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ലിമിറ്റ്സ് കൊടുത്തതുകൊണ്ട് നമുക്കിവിടെ എല്ലാം വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ലിമിറ്റ്സ് കമാൻഡ് കൊടുക്കുക. ഇതിൽ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, ഓൺ ഓഫ്. നമുക്കിവിടെ ഓൺ എന്നുള്ളത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഔട്ട് സൈഡ് ഒരെണ്ണം വരയ്ക്കണം. പക്ഷെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ ലിമിറ്റ്സ് ഓൺ ചെയ്തിട്ടുണ്ട്. ലിമിറ്റ്സ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ റെക്ടാങ്കിളിന് ഉള്ളിൽ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.